എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? വേണ്ട കളിക്കണ്ടട്ടാ, ഇത് കൃഷ്ണന്റെ ആരാധികയാണ്. ഗുരുവായൂർക്ക് എങ്ങാനും കയറ്റിയില്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. ഇവളൊരു തട്ടൊക്കെ ഇട്ട് കൃഷ്ണന്റെ ആരാധികയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് തോന്നിയാസം കാട്ടി കഴിഞ്ഞാല് ഇതിനൊക്കെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഓരോ മതത്തിനും അതിൻ്റെതായ അജണ്ടകളും വിശ്വാസങ്ങളൊക്കെ ഇല്ലേ? ഇവിടത് എവിടുന്നാണ്? ഇവിടെ എന്താ സത്യത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇവക്ക് തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 4 സംഖ്യകൾ തലയിലെടുത്ത് വെച്ചപ്പോ ഇവളെന്തോ ആണെന്ന് വെക്കനോട് തോന്നി. എന്തായാലും പെടൽ കഴിഞ്ഞിട്ടോ. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത്. അല്ല, നിങ്ങളെന്താണ് ഈ പറയണത്? അങ്ങനൊന്നും സംഭവിക്കൂലെന്ന്. കാരണം ഒരു പരിപൂർണ കൃഷ്ണ വിശ്വാസിനെ കുറിച്ചാണ് നിങ്ങളാ പറയണത്. അവള് പറയണങ്ങളൊന്ന് കേട്ടു നോക്കി, എന്തൊരു വിശ്വാസാണ്. എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? ഒന്നും സംഭവിച്ചിട്ടില്ല. നിനക്ക് തലക്ക് സുഖമില്ല എന്ന് മാത്രം ആൾക്കാർക്കെല്ലാം മനസ്സിലാവും ചെയ്തു. ഇയാളുടെ ഉള്ളിലേക്ക് കുറച്ച് ദിവസം കിടക്കാനും പോയി. ഇല്ല, ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു. അത് ശരി, അപ്പൊ ഈ കൗതുകത്തിന് പോയതാണ്. അങ്ങനെ കൗതുകാണെന്നുണ്ടെങ്കിൽ ആ കൗതുകം എനിക്ക് എന്ത് ചെയ്താൽ മതിയെന്നു, അങ്ങനെ തുടർന്നാൽ മതിയെന്നു. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും ചിന്തിക്കാതെ ആരും കണ്ട് ഓവറാക്കാതിരുന്നുകൊണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമില്ലാതെ പോയിന്നു. എന്തായാലും ബാക്കി കൂടി പറയാം. കരയല്ലോ, കരയണ കാണാൻ വയ്യേ. പിന്നെ അതൊരു വരുമാനമാർഗമായി. അപ്പൊ ഈ കണ്ടോലെ വിശ്വാസം എടുത്തിട്ട് എന്ത് ചെയ്തു, വരുമാന മാർഗമാക്കി. വല്ലാത്ത ജാതി. എന്നിട്ട് കുത്തിരുന്ന് മോങ്ങ. വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകല് തുടങ്ങി. പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കും. എന്തായാലും അനക്ക് തലക്ക് നല്ല സുഖമുണ്ട് എന്ന് മനസ്സിലായി. ഇത് അങ്ങനെ ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമെന്ന് പോയിക്കണമെങ്കിൽ പോയിക്കണു എന്ന് പറയണം. എന്നിട്ട് പോയ കോലം കാണിക്കണം. എന്തായാലും ഇത് പോയിട്ടുണ്ടോ ഇല്ലേ? എന്താണ് ഇത് ജീവിക്കുന്ന നാട്ടിൽ എൻ്റെ അവസ്ഥ? ആ നാട്ടിലുള്ള മഹല്ല് കമ്മിറ്റിക്കാർ എന്താ പറയണത് എന്നത് ഇതൊന്ന് കേട്ടോക്കാം. അവർ രജിസ്റ്റർ ചെയ്ത കുറുവങ്കാട് മലല്ല. നമ്മളെ മലയിൽ അവർ രജിസ്ട്രേഷനോ കാര്യങ്ങളോ നമ്മളെ മലയായിട്ട് ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ കുട്ടികൾ കുറച്ച് നമ്മളെ മദ്രസ പഠിച്ചെന്നല്ലാതെ നമ്മളായിട്ട് വേറെ യാതൊരു ബന്ധമില്ല. അപ്പം ഈ നിങ്ങളെല്ലാവരും പൊതുവായുള്ള ഖബർസ്ഥാനുള്ള മഹല്ലിൽ തന്നെയല്ലേ ഇവരങ്ങോട്ടുള്ളത്? അതെ അതെ, അവരങ്ങായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു മഹലിന്റെ പരിധിയിലാണല്ലോ ഇവർ താമസിക്കുന്നത്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഈ മഹലിനെ അറിയിക്കുക എന്നുള്ളത്. ഇവളുമായി ബന്ധപ്പെട്ട എന്ത് ഉത്തരവാദിത്വം? തോട്ടുകൈതമാതിരി അങ്ങോട്ട് കഴിഞ്ഞാലും കുത്തുമുള്ള്, ഇങ്ങോട്ട് കഴിഞ്ഞാലും കുത്തുമുള്ള്. പിന്നെ എന്തിനാണ്? അപ്പൊ ഈ ജാതി സാധനങ്ങൾ ഇതൊക്കെ മെയിൻ ചെയ്യാതെക്കാന്നല്ലാതെ ഓരോട് പുറത്താക്കാനും പറ്റൂല, അന്ന് ഉള്ളിക്കണ് വെക്കാനും പറ്റൂല. എന്തെങ്കിലും കിട്ടിയാ അതെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിന് 10 റുപ്യ ഉണ്ടാക്കി സംഖ്യയുടെ അടുത്ത് കുറച്ച് പൈസയുമായി കുത്തിരിക്കണ ഓളൊക്കെ എന്ത് പറയാനാ? വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു. പിന്നെ അതൊരു വരുമാനമാർഗമായി. പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകല് തുടങ്ങി. പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ എന്നെ എങ്ങനെയും ഉപദ്രവിക്കുന്നത്. ചെയ്ത തെറ്റ് എന്താണ്? മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതാണോ നിങ്ങൾ എന്നിൽ കാണുന്ന തെറ്റ്? പലരും പറയുന്നു ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന്. ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ അധ്വാനിച്ചിട്ടാ ജീവിക്കുന്നത്. ഞാൻ ഉറക്കൊഴിഞ്ഞ് ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത്. ആ കഴിവിനെ വിറ്റതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിന്റെ മുമ്പിൽ മാറിയത്. കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അറിഞ്ഞില്ല ഞാന്. ഇനിയിപ്പോൾ എൻ്റെ കണ്ണീരവിടെ ചാടണമെങ്കിൽ ഒരു കുടോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോ അവിടെ വെച്ചടാ, അല്ലാതെ ഒരു രക്ഷയില്ല. കാരണം സംഖ്യകൾ എന്നെ കൈവിട്ടിട്ടുണ്ടാവും. സംഖ്യകളെ കൊണ്ട് ഇനി പിടിച്ചാൽ നിൽക്കൂല. എൻ്റെ നാടകം കാണാനും എൻ്റെ അഭിനയം കാണാനും ഒരു പരിധി വരെയൊക്കെ ആളുകൾ ഉണ്ടാവുള്ളൂ. ഇതെന്താ വിചാരിച്ച് മുസ്ലിം എന്നുള്ള ഒരു പേരിട്ടിട്ട് അപ്പുറത്തേക്കാണ് ചാടിയാൽ അന്നെ ഏറ്റുപിടിച്ച് കൊണ്ടുവരുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഓലാണ് നോക്കി തരുമെന്ന് വിചാരിച്ചോ? ഏതായാലും കുറച്ചാലും ചുള്ളിൽ കിടക്കേ, അപ്പോൾ ഒരു സുഖം തന്നെയാണത്. ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നിയമത്തിനൊക്കെ ഒന്നാണ് പൂവിട്ട് പൂജിക്കാൻ തോന്നുക. ഓൽക്കലും ഇതൊക്കെ ഒന്ന് കണ്ണാണുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്?
കീർത്തന, ഈ ജസ്ന സലീം ഒരു ചിത്രകാരിയാണ്. ഒരു കൃഷ്ണഭക്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക്, ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു. പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും. ഇവിടെ ഓരോ മതത്തിനും അതിൻ്റേതായ അജണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ വേഷത്തിൽ അവിടെ പോയിട്ട് തോന്നിയാസം കാട്ടുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ മാതിരി കാട്ടുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഓല നിയമം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അതിനനുസരിച്ചൊക്കെ ചെയ്താൽ മതിച്ച്. അവിടെ കയറിയിട്ട് ആന ഓടക്കാട്ടിൽ ഇറങ്ങിയ മാതിരി കുരങ്ങനെ പൂമാലട്ട മാതിരി കാട്ടിയാൽ അത് ഓല വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവില്ല. പിന്നെ ഇപ്പം ഇസ്ലാമിനെ കുറിച്ച് എനിക്കൊന്നും അറിയണമില്ല. അപ്പം പള്ളിക്കൊക്കെ വരാനോ അതുമായി ബന്ധപ്പെടാനോ എനിക്കറിയാത്തതുകൊണ്ട് അതുമില്ല. പിന്നെ എന്താണ് അതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ്. ആ നടുവിൽ നിന്നാൽ മതി. വെറുതെ ചിത്രം വരക്കാൻ കഴിവുണ്ടെത്തി ഇനി അത് വല്ല കോപ്പി അടിച്ചു കൊണ്ടേതാണോ അതും അറിയില്ല. ആ ഒരു കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണനെയും വരച്ചിട്ട് ഓല എന്നെ പൂട്ട് പൂജിക്കും, എൻ്റെ പേരിലല്ല അമ്പലം പണിയെന്ന് വിചാരിച്ചാൽ നടക്കണ കേസല്ല. അതങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ആ വിശ്വാസത്തേക്ക് പോയിക്കോ, അത് പഠിച്ചോ, അതിനനുസരിച്ച് ചെയ്തോ. അല്ലാതെ ഇസ്ലാമിന് അന്ന ആവശ്യമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇസ്ലാമിൽ ബലാത്കാരമില്ല, പിടിച്ചു വെക്കേണ്ട ആവശ്യം ഇസ്ലാമിലില്ല. ആരെയും പിടിച്ചു പറിച്ച് കൊണ്ടുവരുന്ന പരിപാടി ഇസ്ലാമിലില്ല. അനക്ക് പോകണമെങ്കിൽ എനിക്ക് പോവാം, അനക്ക് വരണമെങ്കിൽ എനിക്ക് വരാം, അത്ര തന്നെ ഉള്ളൂ. അല്ല ഇജില്ലാന്ന് എഴുതിയിട്ട് ഇസ്ലാമിനൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നരുത്. ഈ ഒരു തട്ടൊക്കെ ഇട്ടിട്ട് കൃഷ്ണൻ്റെ ആരാധികയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞാൽ ആ കള്ളക്കണ്ണീര് കാണാൻ ആർക്കും അവിടെ സമയമുള്ളത്? ഭക്തർക്കുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു. അതൊരു ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഈ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ബാങ്കിന്റെ ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചു. അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ, അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി. ആ പരാതിയിലാണ് ഇപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാമത് ഇത് ആവർത്തിക്കുന്ന ഒരേ കുറ്റകൃത്യം ആവർത്തിക്കുന്ന തുടർന്നാണ് പരാതി നൽകിയത്. അത് കൂടാതെ ദേവസ്വം ബോർഡിന്റെ പരാതി കൂടാതെ ഒരു സ്വകാര്യ വ്യക്തി കൂടി പരാതി നൽകിയിരുന്നു. എന്തായാലും എന്നെ ഏറ്റിപ്പിടിച്ചുകൊണ്ടിരുന്നീന് നരേന്ദ്രമോദിനെയും മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, അഹങ്കാരത്തിന്റെ കൈയും കാലും മുളച്ച നമ്മുടെ തൃശ്ശൂരിന്റെ ഉന്നത കുലജാതൻ, അവനെ കൂടി വിളിച്ചിട്ട് അന്നതിൽ നിന്ന് ഊരി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചോക്കെ കേട്ടാ. ഞാൻ സത്യം പറയാച്ചാല് നിക്ക മൈക്കൊന്ന് ശരിക്ക് പിടിക്കട്ടെ, എന്നിട്ട് പറയാം. ഞാൻ സത്യം പറയാച്ചാല് എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതാ പിന്നെ എങ്ങനെ ഇപ്പം ഇങ്ങനെ ആയത്? എന്തായാലും ഇപ്പോൾ ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു വാക്കേക്കാരം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്താണ് പറയാൻ പോണത് നമുക്ക് കേൾക്കാം. ഇഷ്ടപ്പെടാതെ കാരണം എന്ന് വെച്ചാല് എന്റെ കുഞ്ഞിലെ ഒരു 4-5 വയസ്സ് തൊട്ടേ എൻ്റെ വീട്ടുകാരെന്നെ കണ്ണാന്ന് വിളിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഞ്ഞിക്കണ്ണാന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? ഏതായാലും കണ്ണാന്ന് വിളിച്ചതിന്റെ ഗുണം ഇജ് കാണിച്ചും ചെയ്തു. സന്തോഷമായില്ല എനിക്ക്. എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അത്ര മതവിശ്വാസികളാണ്, ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലിക്കാരാണ് അവര്. എൻ്റെ വീട്ടുകാരെ ഭയങ്കര വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ കോലത്തിലായതും. എന്തായാലും ഓർക്കാത്തടായാലും ഓർത്തടായാലും ഇജിപ്പോൾ എത്തിപ്പെട്ടത് വല്ലാത്തൊരു അപകടത്തിലാണ്. അന്നയും പിടിച്ചു പൊന്തിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് വിചാരിച്ച് പോയോക്കിയതാ. അവസാനം അനക്കെന്ത് ചെയ്തു? ജയിലിൻ്റെ ഉള്ളിൽ കൂടിയാണ് കാണിച്ചു തന്നു. അത്രേ ഉള്ളൂ. ഏതായാലും അനക്കും സന്തോഷമായി, ബാക്കിയുള്ളവർക്കും സന്തോഷമായി. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും. പക്ഷെ എന്നാൽ പോലും അവർ കണ്ണാന്ന് വിളിക്കുകയും വീട്ടിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു